എയർ ഇന്ത്യയുടെ 171 എന്ന വിമാനമാണ് തകർന്നു വീണിട്ടുണ്ടായിരുന്നത്. ഈ വിമാനം ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലുള്ള ഗാറ്റ്വിക് എയർപോർട്ടിലേക്കാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വിമാനത്തിന്റെ മേക്ക് ആൻഡ് മോഡൽ ഏതാണെന്നുള്ളതാണ്. കാരണം അതാണ് നമുക്കിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. ഇതിന്റെ മേക്ക് ആൻഡ് മോഡൽ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ബോയിങ്ങിന്റെ 7878 എന്ന് പറയുന്ന ഡ്രീം ലൈനർ സീരീസിൽ പെടുന്ന ഒരു വിമാനമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള പാസഞ്ചർ വിമാനങ്ങളിൽ ഒന്നാണ് ഈ ഡ്രീം ലൈനർ വിമാനങ്ങൾ. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കൽ നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ്. ഇന്നലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ ചർച്ച വിമാനത്തിൻ്റെ പോരായ്മ കൊണ്ട് മാത്രമാണ് ഈ അപകടം സംഭവിച്ചെന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിൽ ലോകത്തിൽ നിലവിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിമാനം തന്നെയാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഇനി എന്തുകൊണ്ട് അപകടത്തിൽ പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് പുറത്തു കൊണ്ടുവരും. അതുവരെ നമ്മളെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പടച്ചുവിടാതിരിക്കുക. ലോകത്ത് താരതമ്യേന അപകടം കുറവുള്ള യാത്രയാണ് വിമാനം വഴിയുള്ള യാത്ര. മറ്റ് റോഡ് സംവിധാനങ്ങളും ട്രെയിൻ സംവിധാനങ്ങളും നോക്കിയാൽ പൊതുവേ അപകടം കുറവാണ് നമ്മളെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. ഈ സമയങ്ങളിൽ നമ്മളെ അപകടത്തിൽപ്പെട്ട ആളുകളെ കുടുംബത്തിനൊപ്പം നിൽക്കാതെ നമ്മളതായിട്ട് ചില സാധനങ്ങൾ കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്.